അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരറിവിലേക്ക് എല്ലാ സത്യവിശ്വാസികൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് റമളാൻ 10. നബി തങ്ങളുടെ പ്രിയപത്നി ഖദീജ ബീവിയുടെ വഫാത്ത് ദിനം. നബിക്ക് ഖദീജ ബീവിയോട് വല്ലാത്ത മഹബത്തായിരുന്നു. ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചു, അല്ലയോ നബിയെ, അങ്ങ് വൃദ്ധയായ ഈ ഖദീജ ബീവിയെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്താ? സുന്ദരിയും കന്യകയും വളരെ ചെറുപ്പവുമായ എന്നെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? ഇത് കേട്ട മാത്രയിൽ നബിയുടെ മുഖം വിവരണമായി, കണ്ണുകൾ നിറഞ്ഞു. ആയിഷ ബീവിയോട് പറഞ്ഞു, ഇല്ല, ഖദീജയേക്കാൾ ഇഷ്ടമുള്ളതൊന്നും നല്ലതൊന്നും എനിക്ക് ഈ ലോകത്ത് ലഭിച്ചിട്ടില്ല. കാരണം ജനം എന്നെ കള്ളനാക്കിയപ്പോൾ ഖദീജ ബീവി എന്നിൽ വിശ്വസിച്ചു. ജനം എന്നെ തള്ളിയപ്പോൾ ഖദീജ ബീവി എന്നെ സ്വീകരിച്ചു. ധനം മുഴുവനും എനിക്കും വിശുദ്ധ ദീനിനു വേണ്ടിയും ഖദീജ ബീവി ചിലവഴിച്ചു. എനിക്ക് മക്കളെ തന്നത് ഖദീജ ബീവിയിലാണ്. അതുകൊണ്ട് തന്നെ ഖദീജ ബീവിയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നു. ആ ഖദീജ ബീവിയോടൊപ്പം സ്വർഗത്തിലെത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മഹദിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മനസ്സെന്ന പൂവാടിക്കുള്ളേ മുഹബ്ബത്ത് പുത്തോരു രാജാ തീ മഹദിയാൾ ബീവി ഖദീജ മനോഹരി മക്കത്തെ രാജാത്തി. മനസ്സെന്ന പൂവാടിക്കുള്ളേ മുഹബ്ബത്ത് പുത്തോരു രാജാത്തി മഹദിയാൾ ബീവി ഖദീജ മനോഹരി മക്കത്തെ രാജാത്തി മക്കത്തെ രാജാത്തി. മനം കുളിരുന്ന പ്രണയ കഥ ഉമ്മ ഖദീജ മഹിമയിത. ഉലകിലെ രണ്ട് മനസ്സുകളിൽ ഇറയവൻ പെയ്ത കനിവിൻ സുധാ. പ്രിയ നബിയോരെ ജീവനിത മഹദി ഖദീജ കഥ പറയാ. മനം കുളിരുന്ന